മദ്രസയെല്ലാം പഠിക്കുന്ന സമയത്ത് മദ്രസ വിട്ട് കഴിഞ്ഞാല് ഇതുപോലെ എരണിക്കായെല്ലാം പൊറുക്കിയിട്ടായിരുന്നു പെരക്ക് പോകല്. വെറുതെ ഒരു രസത്തിന് വാരി കൂട്ടും. ഇതിന്റെ പൂവിനാണെങ്കിലോ നല്ലൊരു സ്മെല്ലും ആണല്ലോ. ആ എരണിപ്പൂവെല്ലാം കുറെ മാലാക്കിയിട്ടെല്ലാം കളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. ഇവൾക്ക് ഞാനിതൊന്ന് കാണിച്ചു കൊടുത്തേരം പിന്നെ അവൾക്ക് ആ പാത്രം നിറയാതെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഓളെ ചെറിയ ബക്കറ്റും കൊണ്ടിട്ട് നടന്നേ. പുതിയ കായകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പിന്നെ കുറെ പഴകിയ കായകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ എന്തെല്ലോ ആയി കിടക്കുന്ന കളറെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പിന്നെ എടുക്കാൻ വേണ്ടി നിന്നില്ല. പിന്നെ ചിലത് ഇതുപോലെ മുളക്കുന്നും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു പണി ഒരുങ്ങാണ്ട് ഇത് പൊറുക്കാൻ വേണ്ടി നിൽക്കാനുള്ള കാരണം ഇവൾക്ക് കൗണ്ട് ചെയ്യാൻ പഠിക്കാൻ എടുക്കാന്ന് വിചാരിച്ചു. ഓള് വിചാരിച്ച പോലെ തന്നെതാ ഇത് തേച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്ക് മതിയാവണില്ല. ഓള് വീണ്ടും വീണ്ടും എടുക്കുന്നതാണ്. വീടങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം പോകണ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓളയും പിടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയിണ്ടേ. പോകുന്ന വഴിയിൽ ഓള് ചെടികൾ കണ്ടിട്ട് ഓൾക്ക് അത് എങ്ങനെയെങ്കിലും പറിച്ചെടുക്കണം കേട്ടോ. അപ്പം അതും വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനും ഒഴിവ് ദിവസങ്ങളിൽ ഓൾക്ക് ഞാൻ താളിയാക്കി കൊടുക്കലുണ്ട്. ഓൾക്ക് താളി തേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചിരി ചെമ്പരത്തി പൂവും കൂടെ പറിക്കുന്നതാണ്. ഓൾക്ക് ഉണ്ടാക്കുന്ന അന്ന് തന്നെ തലയിൽ ഞാനും ഇതന്നെ തേക്കുക. അങ്ങനെ എരണിക്കായും ചെമ്പരത്തി പൂവെല്ലാം എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ സമയം തന്നെ ഓളിത് പരത്തിടാൻ തുടങ്ങി.